ഗൈസ്, UAE ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഫേസ് ചെയ്യണ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും നാട്ടിൽ ഒറ്റയ്ക്കാണ്. അതിപ്പോൾ ഞാനുണ്ട് ഇവിടെ, എൻ്റെ അനിയനുണ്ട്, എൻ്റെ വൈഫ് ഇവിടെ ഉണ്ട്. ഞങ്ങളെല്ലാവരും വല്ലപ്പോഴും പോകുമ്പോഴേ ഉള്ളൂ. ഞാനിപ്പോൾ വന്നതിന് ശേഷം പോയിട്ടുമില്ല. അപ്പോൾ എൻ്റെ കൺസേൺ, നമ്മൾ എപ്പോഴും നാട്ടിലേക്ക് ഫണ്ട് അയക്കണ സമയത്തും അല്ലാതെ നമ്മൾ നോർമലായിട്ടും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്കാറുണ്ട്. സ്പെഷ്യലി എൻ്റെ വൈഫൊക്കെ ആണെങ്കിൽ ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു ½ ആൻ അവർ അച്ഛനും അമ്മേനെ എല്ലാവരും കോൺഫറൻസ് കോളിലൊക്കെ ഇട്ട് സംസാരിച്ച് അങ്ങനെ അവർ ടൈം സ്പെൻഡ് ചെയ്യണേ കണ്ടിട്ടുണ്ട്. നമ്മൾ അത്രയ്ക്കില്ലെങ്കിലും, കാരണം എൻ്റെ അച്ഛൻ എന്നോട് ഭയങ്കര അടിപൊളി മിംഗ്ലിംഗ് ആണ്. അമ്മ അങ്ങനെ അത്ര ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല, പക്ഷെ എന്നാലും ഓക്കെയാണ്. പക്ഷേ ഞാൻ എന്താ ചിന്തിക്കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നാട്ടിലൊറ്റയ്ക്കാണ്, പക്ഷെ അവർക്കും എൻ്റർടൈൻമെൻറ്റ് വേണം. കാരണം ഒരു കാലഘട്ടം മൊത്തം നമ്മളെ നോക്കിയിട്ട് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. ഞാൻ എൻ്റെ അച്ഛനോടൊക്കെ പറയും, അച്ഛാ വല്ലപ്പോഴും സിനിമയ്ക്ക് പോകും, അമ്മേനെയും കൂട്ടി പോകും. അമ്മയ്ക്ക് എല്ലാ പടം പറ്റാത്ത ഒരു പടം ഉണ്ടെങ്കിൽ അമ്മ ഒറ്റയ്ക്ക് പോകും. അതുപോലെ ഇടയ്ക്ക് എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട് കറങ്ങിയിട്ട് പോകും. അന്നത്തെ ദിവസം വീട്ടിൽ ഫുഡ് വെക്കേണ്ട, പുറത്ത് കഴിച്ചിട്ട് പോകുക. ഇങ്ങനെ ഞാൻ മൈൻഡ് അവരെ ആ ഒരു കാര്യത്തിൽ ഞാൻ കൺസിഡർ ചെയ്യാറുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, അവർക്കും തോന്നും. കാരണം വയസ്സാം കാലത്ത് മക്കൾ കൂടല്ല. എന്തുകൊണ്ടാണ് നമ്മളിവിടെ വന്നേക്കുന്നത്? നമ്മുടെ സാഹചര്യം കൊണ്ടും നമ്മൾ ഒരു ബെറ്റർ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. അല്ലാതെ വെറും എൻജോയ്മെൻറ്റ് മാത്രം ഉദ്ദേശിച്ചിട്ടല്ല ഒരാളും എബ്രോഡ് പോകണേ. ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. സോ നിങ്ങളും മറന്നു പോയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോട് ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാനും അതേപോലെ തന്നെ ഇടയ്ക്കൊന്ന് കറങ്ങാനൊക്കെ പോകാനായിട്ട് പറയാൻ മറക്കാതിരിക്കുക. കാരണം ഒരു കാലഘട്ടം മൊത്തം നമ്മളെ നോക്കി അവർക്ക് സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ റിട്ടയർമെൻറ്റ് ലൈഫ് പോലെ വീട്ടിലിരിക്കുന്ന ടൈമാണ്. അത് അവർക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. വലിയ ഫണ്ടൊന്നും ആവില്ല. നമ്മൾ അയച്ചു കൊടുക്കുന്ന ചെറിയൊരു ഫണ്ടിൽ തന്നെ അവർക്ക് ആ ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റും. അപ്പോൾ ബൈ.